നിയമനിർമ്മാണം. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള വ്യവസായ ഏകജാല ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗരപ്രദേശ വികസന ഭേദഗതി ബിൽ. നിയമവും വ്യവസായവും കയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗരപ്രദേശ വികസനവും ഭേദഗതി ബിൽ പരിഗണിക്കണമെന്ന് ഉപക്ഷ അവതരിപ്പിക്കേണ്ടതാണ്. സർ, സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗരപ്രദേശ വികസനവും ഭേദഗതി ബിൽ പരിഗണനയ്ക്കെടുക്കണമെന്ന് ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. മിനിസ്റ്റർ സംസാരിക്കുന്നുണ്ടോ? ഇല്ല. യെസ്. 2025 കേരള വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗരപ്രദേശ വികസന ഭേദഗതി ബിൽ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് യോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയവരാരും ഇല്ല. യെസ്. ശ്രീ KM സച്ചിൻ ദേവ് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗരപ്രദേശ വികസന ഭേദഗതി ബിൽ പൊതുജനാഭിപ്രായം നേടുന്നതിന് സർക്കുലേറ്റ് ചെയ്യണമെന്ന 1 നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സർ, ഭേദഗതി അവതരിപ്പിക്കുന്നു. സർ, കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമായിരുന്നില്ല. ഭൂമിശാസ്ത്രപരമായി നിലനിന്ന പരിമിതികളും അതോടൊപ്പം തന്നെ നിക്ഷേപങ്ങളിലുണ്ടായിരുന്ന വലിയ കുറവും ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ നാം നേരിട്ട വലിയ പരിമിതികളുമെല്ലാം വ്യവസായ രംഗത്തെ വളർച്ച വേഗതയിൽ കൈവരിക്കുന്നതിന് നമുക്ക് വിവിധ ഘട്ടങ്ങളിൽ പ്രതിസന്ധികളായി നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനെ നിരന്തരമായ ഇടപെടലിൻ്റെ ഭാഗമായാണ് നമ്മുടെ ഗവൺമെൻറ് വ്യവസായ രംഗത്തൊരു വലിയ വളർച്ച കൈവരിക്കാനുള്ള നടപടികളുമായി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിക്ഷേപ സമാഹരണത്തിനുള്ള ബോർഡ് രൂപീകരണം വഴി ഈ ബില്ലിലെ ഭേദഗതി യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിലേക്ക് പരമാവധി നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നതിനും ആ നിക്ഷേപങ്ങൾ കേരളത്തിൻ്റെ വ്യവസായ വളർച്ചയ്ക്ക് വലിയ മുതൽക്കൂട്ടായി മാറുന്നതിനും കാരണമാകും. ഈ ബില്ല് തീർച്ചയായും ഈ ഭേദഗതി സതുദ്ദേശപരമായി വ്യവസായ രംഗത്തെ വളർച്ചയെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. സർ, 2022 ഏപ്രിൽ 1 മുതൽ 2025 മാർച്ച് 31 വരെയുള്ള കാലയളവിൽ 3,53,127 പുതിയ സംരംഭങ്ങൾ നമ്മുടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് 2,26,888.47 കോടി രൂപയുടെ നിക്ഷേപവും 7,49,712 കോടി പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും വളർന്നു വരുന്ന തലമുറയ്ക്ക് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് അവരുടെ തൊഴിൽ സാധ്യതകൾ തേടിയുള്ള പ്രയാണത്തിൽ വളരെയധികം ഉപകാരപ്രദമാകുന്ന വിധത്തിലേക്ക് നമ്മുടെ വ്യവസായ മേഖലയുടെ വളർച്ച അവർക്ക് പ്രതീക്ഷയുണ്ടാക്കുന്നുണ്ട്. സർ, കഴിഞ്ഞ ദിവസമാണ് കളമശ്ശേരിയിൽ ലോജിസ്റ്റിക് പാർക്കിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പ്രസംഗിച്ചത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ലോകോത്തര ലോജിസ്റ്റിക് കമ്പനികൾ കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. സർ, അതിവിശാലമായ സാധ്യതകൾ നമ്മുടെ വ്യവസായ രംഗത്ത് തുറന്നിടുന്ന വിധത്തിൽ ലോകോത്തര നിലവാരത്തിലുള്ള വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന കമ്പനികൾ നമ്മുടെ കേരളത്തിലേക്ക് എത്തുകയാണ്. അത് തീർച്ചയായും വ്യവസായ വളർച്ചയ്ക്ക് ആധുനിക കാലത്ത് വലിയ സഹായമായി മാറുന്നുണ്ട്. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് 2025 സംഘടിപ്പിച്ചത് കേരളത്തിൻ്റെ വ്യവസായ വളർച്ചയ്ക്ക് വളരെ സഹായകരമായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ താൽപ്പര്യപത്രങ്ങൾ വഴി 1.96 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഇതിനകം സംസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിനും ക്ഷണിക്കുന്നതിനും നമ്മുടെ ഗവൺമെൻറ്റിന് കഴിഞ്ഞു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതി മെയ്ക്ക് ഇൻ കേരള കേരളത്തിൽ ഈയിടെ നടപ്പിലാക്കിയത് ഏറെ ശ്രദ്ധേയമായിരുന്നു. ഇത് തീർച്ചയായും കേരളത്തിൻ്റെ ഉൽപ്പാദന രംഗത്ത് വലിയ വളർച്ച കൈവരിക്കാൻ സഹായമായി മാറുന്നുണ്ട്. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെയും മറ്റ് രാജ്യങ്ങളെയും ഒക്കെ ആശ്രയിക്കുന്ന വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ തദ്ദേശീയമായി നമ്മുടെ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് തീർച്ചയായും ഇനി അങ്ങോട്ടുള്ള കാലയളവിൽ അനിവാര്യമാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നൂതനമായ വ്യത്യസ്ത പദ്ധതികൾ കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കി വരുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച 5 വ്യവസായ പാർക്കുകൾ എന്നുള്ള നിലയിൽ കേരളത്തിലെ 5 വ്യവസായ പാർക്കുകൾക്ക് ദേശീയ അംഗീകാരം നേടിയതും ഈ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധേയമായ നേട്ടമാണ്. കേരളത്തിൽ ഇപ്പോൾ പൊതുവിൽ വ്യവസായ മേഖല വിശകലനം ചെയ്യുമ്പോൾ 24ഓളം വരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭകരമായി മാറിയിട്ടുണ്ട്. അത് കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കിയ പൊതുമേഖലയിലെ അവരുടെ വളർച്ചയെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ ഏറ്റവും ക്രിയാത്മകമായ ഇടപെടലിൻ്റെ ഭാഗമായാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാകുന്നു എന്ന പ്രശ്നം കേരളത്തെ വലിയ നിലയിൽ അലട്ടിയ പ്രശ്നമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്നവരുടെ തൊഴിൽ തന്നെ അനിശ്ചിതത്തിലാവുന്ന പ്രശ്നമുണ്ടായിരുന്നു.
അതെല്ലാം പരിഹരിക്കാൻ വേണ്ടി കഴിയാവുന്ന നിലയിലാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന നയം നമ്മുടെ ഗവൺമെൻറ് നടപ്പിലാക്കി വരുന്നത്. സാർ, കേരളത്തിൻ്റെ അഭിമാനകരമായ വ്യവസായ കേന്ദ്രം എന്നുള്ള നിലയിൽ പൊതുമേഖലയിൽ നമ്മൾ കെൽട്രോൺ ഉണ്ട്. ചരിത്രത്തിൽ ആദ്യമായാണ് 1056.94 കോടി രൂപയുടെ വിറ്റുവരവ് നേടി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിധത്തിലേക്ക് കെൽട്രോണിൻ്റെ പ്രവർത്തനം മാറിയിട്ടുള്ളത്. സാർ, ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുമ്പോൾ ഓരോ മണ്ഡലങ്ങളിലെയും വ്യവസായ രംഗത്തെ വളർച്ചയ്ക്ക് പ്രത്യേകമായ ശ്രദ്ധ വ്യവസായ വകുപ്പ് ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. സാർ, എൻ്റെ മണ്ഡലത്തിൽ വ്യവസായ വികസന സാധ്യതകൾക്ക് വിനിയോഗിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം, വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്നൊരു വ്യവസായ കേന്ദ്രമുണ്ട്. കുന്നത്തറ ടെക്സ്റ്റൈൽസ് എന്നാണ് ആ കേന്ദ്രം അറിയപ്പെട്ടിരുന്നത്. 12 ഏക്കറോളം വരുന്ന ഭൂമി ആ വ്യവസായ കേന്ദ്രത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നു. വിവിധങ്ങളായ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളുമെല്ലാം ഉള്ള, അതോടൊപ്പം തന്നെ നിരവധി തൊഴിലാളികൾ തൊഴിലെടുത്തിരുന്ന ഒരു വ്യവസായ ശാലയായിരുന്നു സാർ അത്. വിവിധങ്ങളായ വ്യവഹാര പ്രശ്നങ്ങളുടെ ഭാഗമായും അതോടൊപ്പം തന്നെ വിവിധ തൊഴിൽ പ്രശ്നങ്ങളെല്ലാം ഉയർന്നു വന്നപ്പോൾ ആ വ്യവസായ കേന്ദ്രം അടച്ചുപൂട്ടേണ്ടി വന്നു. ഇപ്പോഴും അതിൻ്റെ സ്ഥലവും അനുബന്ധ സൗകര്യങ്ങളുമെല്ലാം ഇപ്പോഴും അവിടെ ലഭ്യമാണ്. അപ്പോൾ ആ നിലയിൽ അത്തരം ഒഴിഞ്ഞു കിടക്കുന്ന നിരവധിയായ സ്ഥലങ്ങൾ, വ്യവസായ കേന്ദ്രങ്ങളായി നേരത്തെ പ്രവർത്തിച്ചിരുന്ന ചില കേന്ദ്രങ്ങൾ, അത് ഉപയോഗപ്പെടുത്തി വ്യവസായ മേഖലയിൽ പുതിയ പദ്ധതികൾ ഉണ്ടാക്കി അത്തരം സ്ഥലമുൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യവസായ രംഗത്തെ വിപുലപ്പെടുത്താനുള്ള പദ്ധതികൾ ഗവൺമെൻറ് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നത് സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവസാനിപ്പിക്കുകയാണ് സാർ, ഒരു മിനിറ്റ്. നമ്മുടെ വ്യവസായ എസ്റ്റേറ്റുകൾ നിരവധിയുണ്ട്. ആ വ്യവസായ എസ്റ്റേറ്റുകളിൽ ഇനിയും നമുക്ക് ഏറെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനാകും. പല വ്യവസായ എസ്റ്റേറ്റുകളിലും അലോട്ടീസായി ഇപ്പോൾ നിലവിലുള്ളവരുണ്ട്. ഭാവിയിൽ അവർക്ക് നമുക്ക് ക്ഷണിച്ചു കൊണ്ടുവരേണ്ടവരുണ്ട്. അത് പ്രത്യേകമായി കേരളത്തിലെ എല്ലാ വ്യവസായ എസ്റ്റേറ്റുകളിലും എത്ര സ്പോട്ടാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എന്നത് പരിശോധിച്ച് പരമാവധി വ്യവസായങ്ങൾ വിളിച്ച് നമുക്ക് ക്ഷണിച്ച് നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ നടപടിയും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും മുഖ്യമന്ത്രി അധ്യക്ഷനായി ഒരു ബോർഡ് രൂപീകരിക്കപ്പെടുമ്പോൾ അനന്തമായ വ്യവസായ സാധ്യതകളെ, ലോകത്താകെയുള്ള എല്ലാ സാധ്യതകളെയും പരിഗണിച്ചുകൊണ്ട് വ്യവസായ മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഈ ഭേദഗതി നടപ്പിലാക്കുന്നതോടുകൂടി കേരളത്തിൽ ഇപ്പോൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പോകുന്നത്. പ്രവാസി മേഖലയിൽ ഉൾപ്പെടെ തൊഴിലെടുക്കുന്നവർ ഇങ്ങോട്ട് വരുമ്പോൾ സ്വാഭാവികമായും അവർക്കെല്ലാമുള്ള അവരുടെ മുന്നിലുള്ള സാധ്യതകളെ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ തീർച്ചയായും ഈ ബില്ലിന്റെ ഭേദഗതി സാധ്യമാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ ടി.ഐ. മധുസൂദനൻ ബില്ല് വീണ്ടും അതേ സബ്ജക്റ്റ് പറ്റി പരിഗണനയ്ക്ക് അയക്കണമെന്ന 2B നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. ഭേദഗതി അവതരിപ്പിക്കുകയാണ് സാർ. കേരള വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗരപ്രദേശ വികസനവും ബില്ല് കേരളത്തിൻ്റെ വ്യാവസായിക വളർച്ചയിലും പൊതുവിൽ സാമൂഹ്യമായ സാമ്പത്തിക മുന്നേറ്റത്തിനും വഴി തുറക്കുന്ന ഒന്നായിരിക്കുമെന്നുള്ളത് സർവരാലും അംഗീകരിക്കപ്പെടുന്ന നില തന്നെയാണ് ഉണ്ടാവുക. കേരളത്തിൻ്റെ ഭാവി പാത വെട്ടിത്തുറക്കുന്ന സുപ്രധാനമായിട്ടുള്ള സവിശേഷതയുള്ള ഒരു ബില്ലാണ് ഈ ബില്ല്. ഇന്നത്തെ ഒരു ദേശീയവും കേരളത്തിൻ്റെ സാഹചര്യവും ഈ ഒരു ബില്ല് വരുമ്പോൾ വളരെ ഗൗരവമുള്ളതാണ് എന്ന് നമ്മൾ കാണുകയാണ്. അതിലേറ്റവും പ്രധാനം കേരള സമ്പദ്ഘടനക്കേറ്റ നിയോ ലിബറൽ കാലത്തെ ആദ്യ തിരിച്ചടിയാണ് ആസിൻ കരാർ. അത് കൊണ്ടുവന്നത് കോൺഗ്രസിൻ്റെ കാലത്താണ്. 1986-96 കാലത്ത് പ്രതിവർഷം കാർഷിക മേഖലയിൽ 5% വളർച്ചാ നിരക്കാണ് നമ്മൾ കൈവരിച്ചു വന്നിരുന്നത്. എന്നാൽ ഇടുത്തി പോലെയാണ് ആസിൻ കരാർ നമ്മെ നശിപ്പിക്കുന്ന നിലയിൽ കേരളത്തിലെ സമ്പദ്ഘടനയെ ബാധിച്ചത്. കാർഷിക വളർച്ച 1% ഇടിഞ്ഞു. റബ്ബർ, നാളികേരം, മറ്റ് പ്ലാന്റേഷൻ വിളകളുടെ വളർച്ച നിലച്ചു. അന്ന് പിടിച്ചു നിന്ന മറ്റു മേഖലകളെയാണ് തീരുവ യുദ്ധത്തിലൂടെ ട്രംപ് ഇപ്പോൾ വേട്ടയാടാൻ ശ്രമിക്കുന്നത്. ചെമ്മീനും മറ്റ് സമുദ്രോൽപ്പന്നങ്ങളും, സുഗന്ധവ്യഞ്ജനങ്ങൾ, തേയില, കാപ്പി, കയർ, കശുവണ്ടി മേഖലകളെല്ലാം ട്രംപിൻ്റെ തീരുവ യുദ്ധത്തിൽ ജീവന് വേണ്ടി പിടയുകയാണ്. 10,000-കണക്കിന് ആളുകളുടെ തൊഴിലും ഉപജീവനവുമാണ് അപകടത്തിലായിരിക്കുന്നത്. സാർ, ഇപ്പോൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു നിൽക്കുന്നത് സോഫ്റ്റ്വെയർ, ഫാർമസ്യൂട്ടിക്കൽസ് മേഖലകളാണ്. കേരളത്തിൻ്റെ സോഫ്റ്റ്വെയർ കയറ്റുമതി 2020-21 35,000 കോടിയുടേതായിരുന്നു. 2023-24 60,000 കോടിയാണ്
നമുക്ക് കയറ്റുമതിയിലൂടെ നേടുന്നതിന് വേണ്ടി കഴിഞ്ഞത്. 2024-25 1,00,000 കോടി രൂപയാക്കാനുള്ള ലക്ഷ്യത്തിന് മങ്ങലേൽക്കുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ കേരളം നിൽക്കുന്നത്. ഇന്ത്യയിലെ മൊത്തം ഫാർമസ്യൂട്ടിക്കൽ കയറ്റുമതിയുടെ 2-5% ഇടയിൽ കേരളത്തിൽ നിന്നാണ് എന്നാണ് കണക്കുകളിലൂടെ കാണാൻ സാധിക്കുന്നത്. അതായത് 4,500-നും 11,120 കോടിക്കും ഇടയിൽ മരുന്നുകൾ നമുക്ക് അമേരിക്കയിലേക്ക് മാത്രം ഇന്ന് കയറ്റുമതി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് കേരളത്തിലെടുക്കുമ്പോൾ 4,000 കോടി വരെയുള്ള മാർക്കറ്റാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതുവരെ നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. കൊച്ചിയിൽ നിർദ്ദിഷ്ട ഫാർമ പാർക്ക് യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിൻ്റെ കയറ്റുമതി ഇനിയും വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ഇന്ന് ഉയർന്നു വന്നിട്ടുള്ള വെല്ലുവിളികളെ നേരിടാൻ കയറ്റുമതിക്കാരും വ്യവസായികളുമായി കേരള സർക്കാർ ആശയവിനിമയം നടത്തി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ, തൊഴിലാളികൾ, മറ്റ് അധ്വാനിക്കുന്ന വിഭാഗങ്ങളെയും ഈ വെല്ലുവിളിക്കെതിരെ യോജിച്ച് അണിനിരത്തേണ്ടതുണ്ട്. ഇതോടൊപ്പമാണ് GST പരിഷ്കരണ തീരുമാനം. കേരളത്തിന് 10,000 കോടിയോളം വരുമാനക്കുറവുണ്ടാകും. ഏറ്റവും അവസാനം ചില വ്യവസായികൾ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് ടെക്സ്റ്റൈൽ മേഖല ഏറ്റവും വലിയ പിന്നോട്ടടി നേരിടാൻ പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഉപജീവന വഴിയാണ് ടെക്സ്റ്റൈൽ രംഗം. TS പട്ടാഭിരാമനെ പോലുള്ളവർ അതിന്ന് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ഇതിനിടെ നൽകിയിട്ടുള്ള ഒരു ലേഖനത്തിൽ, ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, ഭൂമിശാസ്ത്രപരമായും മറ്റു നിരവധി പരിമിതികളുള്ളപ്പോഴും ഒട്ടേറെ മികവുകളും മൗലികമായിട്ടുള്ള സവിശേഷതകളും കേരളത്തിൻ്റെ വ്യവസായ മേഖലക്കുണ്ട്. കേരള മാതൃകയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ വികാസ സൂചികകൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വ്യവസായ മേഖലയുടെ മേന്മകളും. ഇന്ത്യയിലെ ഉയർന്ന ആളോഹരി വരുമാനമുള്ള സംസ്ഥാനമാണ് നമ്മുടേത്. ദേശീയതലത്തിൽ ഏറ്റവും മികച്ച വേതനഘടന നിൽക്കുന്നത് കേരളത്തിലാണ്. പൊതുമേഖലയെ കൈയൊഴിയുന്ന പൊതുദേശീയധാരയുടെ വിപരീത ദിശയിലാണ് നമ്മുടെ സഞ്ചാരം. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളെ സംരക്ഷിക്കുന്നതിലും പരമ്പരാഗത മേഖലകൾ ശക്തിപ്പെടുത്തുന്നതിലും കേരളം പോലെ മറ്റൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാനില്ല. MSME വ്യവസായങ്ങളെ പിന്തുണക്കുന്ന കാര്യത്തിലും മുൻനിരയിൽ നാമുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമെടുത്ത തീരുമാനങ്ങളിലൊന്ന് 1,410 കോടി രൂപയുടെ MSME പാക്കേജാണ്. കോവിഡ് കാരണം പ്രയാസം നേരിട്ട MSME സംരംഭകർക്ക് പിന്തുണ നൽകാനായിട്ടാണ് സംസ്ഥാന സർക്കാർ ഈ പാക്കേജ് കൊണ്ടുവന്നത്. ഇത്തരമൊരു വിലയിരുത്തൽ വ്യവസായ വകുപ്പ് മന്ത്രി നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ ബില്ല് വളരെയേറെ പ്രാധാന്യമുള്ളതും ഗൗരവമുള്ളതുമാണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിൻ്റെ സമഗ്രമായിട്ടുള്ള സാമ്പത്തിക പുരോഗതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് വ്യവസായ വികസനമാണ്. അതിന് സഹായകമാവുന്ന നിലയിൽ വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡ് ഭേദഗതി ബിൽ 2025 ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണുകയാണ്. 2 സമിതികൾ ഇതിനെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. കേരള സംസ്ഥാന നിക്ഷേപ പ്രോത്സാഹന ബോർഡ് മുഖ്യമന്ത്രി ചെയർമാനും വ്യവസായ വകുപ്പ് മന്ത്രി കോ ചെയർമാനുമായിട്ടുള്ളതാണ് ആ ബോർഡ്. അതോടൊപ്പം തന്നെ കേരള സംസ്ഥാന നിക്ഷേപ പ്രോത്സാഹന നിരീക്ഷണ കമ്മിറ്റി ചീഫ് സെക്രട്ടറി ചെയർപേഴ്സണായിട്ടുള്ളതാണ്. ഈ സമിതികളൊക്കെ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുമ്പോൾ തന്നെ പ്രാദേശിക തലത്തിലേക്ക് ഈ നിയമം നടപ്പിലാക്കപ്പെടുമ്പോൾ ബ്യൂറോക്രാറ്റിക് അലസതയും ഗൗരവമില്ലായ്മയും ഇഴഞ്ഞുപോക്കും ഇല്ലാതിരിക്കുന്നതിനുള്ള കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് മുകളിൽ നിന്ന് തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഈ ബില്ലിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കടക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ചുവപ്പ് നാട പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ടേക്ക് പോകാനുള്ള വിപ്ലവാത്മകമായിട്ടുള്ള ഒരു തീരുമാനമായി ഈ നിയമനിർമ്മാണം നമുക്ക് വഴിതെളിയിക്കുന്നുണ്ട്. ഈ ചെറിയ സമയത്തിനിടയിൽ അധികമൊന്നും ഈ ബില്ലിനെ കുറിച്ചിട്ട് സൂചിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. നമുക്കറിയാം, വലിയ വെല്ലുവിളികൾ നമ്മുടെ സമൂഹം നേരിടുന്ന ഒരു ഘട്ടമാണ്. ചീഫ് ജസ്റ്റിസിന് നേരെ അദ്ദേഹം ദളിതനാണെന്നുള്ളതിൻ്റെ പേരിൽ ചെരിപ്പെറിയുമ്പോൾ പ്രതികരിക്കാൻ പറ്റുന്നൊരു പ്രതിപക്ഷം ഈ രാജ്യത്തുണ്ടാവുന്നില്ല. ഇടതുപക്ഷം പോലുള്ള പ്രസ്ഥാനങ്ങൾ ശരിയായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനം അവർ സ്വീകരിക്കുന്നു. ഏത് പുരോഗമനപരമായ ഗുണപരമായ വ്യാവസായിക രംഗത്തുൾപ്പെടെ
ഉള്ള കാര്യങ്ങളിലേക്ക് കടന്നു ചെന്നാലും അതിനെല്ലാം കോടതിയിൽ പോയി തടസ്സമുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ശ്രമങ്ങൾക്കിടയിലും ശരിയായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി ഫലപ്രദമായ നിയമനിർമ്മാണത്തിനോട് കൂടിയിട്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകുന്നത്. ആ പശ്ചാത്തലത്തിൽ ഈ നിയമത്തെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുകയാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, ഇവിടെ ബഹുമാനായ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് നമ്മുടെ വ്യവസായ മേഖലയിൽ വലിയ നിക്ഷേപങ്ങൾ വരുന്നതിന് ഉള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. നേരത്തെ ഇവിടെ അവതരിപ്പിച്ച ബിൽ സാർ നമ്മുടെ സഭ പാസ്സാക്കിയ ചരിത്രപരമായ ബില്ല് അതിദരിദ്രരായ ജനവിഭാഗങ്ങളുടെ കിടപ്പാടം സംരക്ഷിക്കുകയാണ്. ഈ ബില്ല് സാർ ഭാവി തലമുറയ്ക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാനുള്ള വ്യവസായങ്ങൾ ഉറപ്പുവരുത്താനുള്ളതാണ്. നമ്മുടെ ചെറുപ്പക്കാർ പുറത്തേക്ക് പോകുമ്പോൾ അവിടെ മാത്രമേ അവസരങ്ങളുള്ളൂ എന്ന സ്ഥിതി മാറി റിവേഴ്സ് മൈഗ്രേഷനൊക്കെ ഉണ്ടാകുന്നു. എന്നാൽ ലോകത്തിൻ്റെ പുതിയ ഭൗമ രാഷ്ട്രീയ സാഹചര്യം അവിടെയുള്ള തൊഴിലവസരങ്ങൾ കുറയുകയാണ്. അപ്പോൾ അവർക്ക് ഇവിടെ തന്നെ അവസരങ്ങൾ ഒരുക്കുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അതിനാണ് ഈ ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വ്യവസായ നയത്തിൻ്റെ ഒരു സമഗ്രത എന്നുള്ളത് നാനോ, മൈക്രോ, സ്മോൾ, മീഡിയം, ചെറുകിട വ്യവസായങ്ങൾ ശക്തിപ്പെടുത്തുന്നു. ഇപ്പോൾ ഇവിടെ ബഹുമാനായ സച്ചിൻ ദേവ് പറയുകയുണ്ടായല്ലോ, ഈ സംരംഭക വർഷത്തിൽ 3.5 ലക്ഷത്തോളം സംരംഭങ്ങൾ വന്നു. എന്നാൽ നാം കാണേണ്ട ഒരു കണക്കുണ്ട് സാർ. ഉദ്യം രജിസ്ട്രേഷനിൽ ഞങ്ങൾ ഈ ഗവൺമെൻറ് ചുമതല എടുക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പോർട്ടലിൽ കേരളത്തിലുള്ള ആകെ MSMEകൾ എന്നുള്ളത് 85,143. ഇന്നത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ സാർ അത് 16,71,113. ഉദ്യം രജിസ്ട്രേഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ 15,85,970 പുതിയ സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതെല്ലാം പുതിയതാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല. ഈ ക്യാമ്പയിൻ്റെയും ഇടപെടലിൻ്റെയും ഒക്കെ ഭാഗമായി നിലവിൽ രജിസ്റ്റർ ചെയ്യാത്തതിനെയും ഈ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ 3.5 ലക്ഷം എന്ന് നമ്മൾ പറയുന്നത് രജിസ്ട്രേഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ 15,85,000 നിന്ന് 3.5 ലക്ഷം മാത്രമേ പുതുതായി നമ്മൾ അവതരിപ്പിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ പുതുതായി വന്നതായി കണക്കാക്കുന്നുള്ളൂ. അപ്പോൾ നല്ല മാറ്റം അതിനകത്ത് വന്നിരിക്കുന്നു. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സാർ പുറത്തിറക്കിയ പുതിയ ചട്ടപ്രകാരം എല്ലാ വീട്ടിലും ഒരു സംരംഭം തുടങ്ങാൻ പറ്റും. നേരത്തെ വീട്, കമേഴ്സ്യൽ ലൈസൻസ്, ഇൻഡസ്ട്രിയൽ സ്വഭാവങ്ങൾക്കൊന്നും ലൈസൻസ് കിട്ടില്ലായിരുന്നു. അപ്പോൾ ചിലർ പുറത്തൊരു ഓഫീസ് പേരിനുണ്ടാക്കും, പ്രവൃത്തി മുഴുവൻ വീട്ടിലായിരിക്കും. ഇപ്പോൾ വീടുകളുടെ 50% വരെ നമുക്ക് സംരംഭങ്ങൾക്ക് ഉപയോഗിക്കാം. ഒഴിഞ്ഞു കിടക്കുന്ന വീടാണെങ്കിൽ 100% സംരംഭങ്ങൾക്ക് വേണ്ടി ആ മേഖലയിൽ അനുവദനീയമായ കാറ്റഗറിയിൽപ്പെട്ട സംരംഭങ്ങൾ ആരംഭിക്കാം. ചൈനയുടെ വ്യവസായ മുന്നേറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവന വീടുകൾക്കകത്തുള്ള ഇത്തരത്തിലുള്ള വ്യവസായങ്ങളായിരുന്നു. അത് നമുക്കും കേരളത്തിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബഹുമാനായ അംഗം ചൂണ്ടിക്കാട്ടിയതുപോലെ ഞാൻ എൻ്റെ നേട്ടങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. PSU ശക്തിപ്പെടുത്തുന്ന നയം നമുക്ക് നിരവധി PSU ലാഭത്തിലാക്കാൻ കഴിഞ്ഞു. നഷ്ടമുള്ളവയുടെ നഷ്ടം കുറയ്ക്കാനും ടേൺ ഓവർ വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു. ഈ വർഷം ഭൂരിപക്ഷം PSUകളും ലാഭത്തിലാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് ESG പോളിസി ഗവൺമെൻറ് ഇപ്പോൾ അംഗീകരിച്ചു, ക്യാബിനറ്റ് അംഗീകരിച്ചു. എൻവയോൺമെൻറ്റൽ സോഷ്യൽ ഗവേണൻസ്, അതിനാണ് ലോകത്തിൻ്റെ പുതിയ വ്യവസായ സ്വഭാവം. അതാണ് ഇന്ത്യയിൽ ആദ്യമായി നമ്മൾ അംഗീകരിച്ചു. ലോജിസ്റ്റിക് പോളിസി ഇപ്പോൾ അംഗീകരിച്ചു സാർ. എക്സ്പോർട്ട് പോളിസി ഇപ്പോൾ ഗവൺമെൻറ് അംഗീകരിച്ചു. ഹൈടെക് മാനുഫാക്ചറിങ്ങിൻ്റെ ഫ്രെയിംവർക്ക് ഗവൺമെൻറ് അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ നമ്മൾ നടത്തിയ IKGSന് ശേഷം ബഹുമാനായ മുഖ്യമന്ത്രി എല്ലാ വകുപ്പ് മന്ത്രിമാരുടെയും സെക്രട്ടറിമാരുടെയും യോഗം ചേരുകയുണ്ടായി. ആ യോഗം കുറേയേറെ തീരുമാനമെടുത്തു. അതിനനുസരിച്ച് ഇപ്പോൾ LSTD അവരുടെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു. ഒരു 30 സെക്കൻഡ് കൊണ്ട് തന്നെ ബിൽഡിംഗ് പെർമിറ്റ് കിട്ടാവുന്ന ഒത്തിരിയേറെ അനുഭവങ്ങൾ കണക്കുകളിലേക്ക് കിടക്കുന്നില്ല, നമ്മുടെ മുൻപിലുണ്ട്. റവന്യൂ കുറേ മാറ്റങ്ങൾ വരുത്തി, എല്ലാ വകുപ്പുകളും മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ബഹുമാനായ സച്ചിൻ ദേവ് ചൂണ്ടിക്കാട്ടിയൊരു ഭാഗം എസ്റ്റേറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം കൂടി ഉപയോഗിക്കണമെന്നുള്ളതാണ്. അതിനാണ് ബഹുമാനായ റവന്യൂ മന്ത്രിയും ഞാനും ചർച്ച ചെയ്ത് എത്രയോ അരനൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ള പ്രശ്നം പരിഹരിച്ചു. ഇപ്പോൾ വ്യവസായ എസ്റ്റേറ്റുകൾ ശരിയായ രൂപത്തിൽ ഉപയോഗിക്കാവുന്ന സ്ഥിതി വന്നു. ആക്ടിവിറ്റി മാറ്റാൻ പറ്റും, ഉടമസ്ഥാവകാശം മാറ്റാൻ പറ്റും. ഇനി കേസിൽ കിടക്കുന്ന സ്ഥലം ഒഴികെ ബാക്കിയെല്ലാം ഇപ്പോൾ വ്യവസായ സംരംഭങ്ങൾക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. കേസിലുള്ളത് തീർക്കാനുള്ള പ്രത്യേകമായ സംവിധാനവും പ്രവർത്തിക്കുന്നുണ്ട് സാർ. പിന്നെ നമ്മൾ KSIS കൊണ്ടുവന്നു. MSMEകൾക്കാണെങ്കിൽ 3.5 വർഷം വരെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കാനുള്ള പുതിയ ഭേദഗതി ഈ നിയമസഭ തന്നെ പാസ്സാക്കി. നോൺ MSME ഇൻഡസ്ട്രികൾക്കാണെങ്കിൽ 7 ദിവസം എല്ലാ രേഖകളോടും കൂടി അപേക്ഷ നൽകിയാൽ 7 ദിവസത്തിനകം കോമ്പോസിറ്റ് ലൈസൻസ് നൽകുന്ന ബ്യൂറോ രൂപീകരിക്കാനുള്ള നിയമവും നമ്മുടെ സഭ പാസ്സാക്കിയുണ്ടായി സാർ. അതുപോലെ രാജ്യത്ത് ആദ്യമായി നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ഗ്രീവൻസ് റീ അഡ്രസൽ മെക്കാനിസം, ഉദ്യോഗസ്ഥർക്ക് 10,000 രൂപ വരെ ഫൈൻ ഈടാക്കാവുന്ന മെക്കാനിസവും നമ്മളിവിടെ പാസ്സാക്കിയിട്ടുണ്ടായി സാർ.
ഈ ബില്ല് ചെയ്യുന്നത് വലിയ നിക്ഷേപങ്ങൾ വരുമ്പോൾ അവർക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. അത് ഫയലുകളിലൂടെ കറങ്ങിത്തിരിയുമ്പോഴേക്കും പല സ്റ്റേറ്റിലേക്കും ഈ നിക്ഷേപം അവർ നേരെ വന്ന് കൊണ്ടുപോകും. നമ്മളും അഗ്രസീവായിട്ട് പോയാൽ മാത്രമേ കൂടുതൽ നമുക്ക് നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ബഹുമാനായ മുഖ്യമന്ത്രി ചെയർപേഴ്സണായും വ്യവസായ വകുപ്പ് മന്ത്രി കോ ചെയർപേഴ്സണായും ധനകാര്യ വകുപ്പ് മന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ഊർജ്ജ വകുപ്പ് മന്ത്രിയും വൈസ് ചെയർപേഴ്സൺമാരായും ചീഫ് സെക്രട്ടറി മെമ്പർ സെക്രട്ടറിയായും അതുപോലെ സംഘടനകളുടെ പ്രതിനിധികൾ ചേംബർ ഓഫ് CIA, ചേംബർ ഓഫ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഫിക്കി, അതുപോലെ ഇല്ല കഴിയുമ്പോൾ കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ എന്നൊരു അംഗം, പ്രിൻസിപ്പൽ സെക്രട്ടറി, കൺവീനറായിട്ട് സമിതി. അപ്പോൾ അവർ മുൻപിൽ വരുന്ന വൻകിട നിക്ഷേപങ്ങൾക്ക് വ്യവസായ നയത്തിന് അനുസൃതമായിട്ടുള്ള എന്തെല്ലാം ഇളവുകൾ നൽകാൻ കഴിയും, കൂടുതൽ ഇളവുകൾ നൽകേണ്ടതുണ്ടോ, അത് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ഈ കമ്മിറ്റിക്കുണ്ട്. അത് നടപ്പിലാക്കുന്നതിന് ചീഫ് സെക്രട്ടറി ചെയർപേഴ്സണായി വിവിധ വകുപ്പുകളുടെ സെക്രട്ടറിമാർ അവർ അംഗങ്ങളായിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി വ്യവസായ വകുപ്പ് വൈസ് ചെയർപേഴ്സണും അതുപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടർ KSIDC കൺവീനറുമായിട്ടുള്ള ഒരു സമിതി രൂപീകരിക്കുന്നുണ്ട് സാർ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നതിന് സഹായകരമായിരിക്കും എന്നാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച IKGS-ൽ വന്ന നിക്ഷേപ വാഗ്ദാനങ്ങളിൽ 24% നമുക്കിപ്പോൾ നിർമ്മാണ ഘട്ടത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ജനുവരിയോടുകൂടി 40% ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിൽ വന്ന നിക്ഷേപങ്ങൾ നിർമ്മാണ ഘട്ടത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ഇന്ന് തന്നെ ഈ നമ്മുടെ സഭ ചേരുമ്പോൾ ബയോടെക്കിൻ്റെ വലിയ കോൺക്ലേവ് 3ാം എഡിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 200 കോടിയുടെ വാഗ്ദാനങ്ങൾ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല മാറ്റം ഉണ്ടാക്കുന്നതിന് ഈ ബില്ല് സഹായകരമായിരിക്കും. ഈ സംവിധാനം എത്രയും പെട്ടെന്ന് പ്രവർത്തന സജ്ജമാക്കാനായി ഈ ബില്ല് പാസ്സാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ശ്രീ KM സച്ചിൻ ദേവ് അങ്ങയുടെ 1 നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സഭയുടെ അനുമതിയുടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ശ്രീ TI മധുസൂദൻ അങ്ങയുടെ 2B നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗരപ്രദേശ വികസന ഭേദഗതി ബിൽ പരിഗണനക്കെടുക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, ഉപക്ഷേപ സഭ അംഗീകരിച്ചിരിക്കുന്ന ബിൽ പരിഗണനക്കെടുക്കുന്നു. വകുപ്പ് തിരിച്ചുള്ള പരിഗണന. 2ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതി അവതരിപ്പിക്കാവുന്നതാണ്. 135 ശ്രീ സേവ്യർ ചിറ്റലപ്പള്ളി, യെസ്. 137 ശ്രീ M വിജിൻ, നോട്ട് ഇൻ ദ സീറ്റ്. മിനിസ്റ്റർ, ഭേദഗതിയെല്ലാം തള്ളിയിരിക്കുന്നു. ഇനി 2ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാകുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 2ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 3ാം വകുപ്പ് ഇനി പറയുന്ന ഭേദത്തിൽ അവതരിപ്പിക്കാവുന്നതാണ്. ശ്രീ MM മണി, നോട്ട് ഇൻ ദ സീറ്റ്. 146 ശ്രീ H സലാം, യെസ്. മിനിസ്റ്റർ, അംഗീകരിക്കുന്നില്ല. ഭേദഗതിയെല്ലാം തള്ളിയിരിക്കുന്നു. ഇനി 3ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാവുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 3ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 4ാം വകുപ്പ് ഇനി പറയുന്ന ഭേദത്തിൽ മൂവ് ചെയ്യുന്നതാണ്. 149 ശ്രീ A രാജ, യെസ്. 154 ശ്രീ TP രാമകൃഷ്ണൻ, നോട്ട് ഇൻ ദ സീറ്റ്. 156 ശ്രീ K പ്രേംകുമാർ, യെസ്. 158, 159, 160, 167, 168 ഡോക്ടർ N ജയരാജ്, നോട്ട് ഇൻ ദ സീറ്റ്. 161 ശ്രീ മുരളി പെരുന്നല്ലി, യെസ്. മിനിസ്റ്റർ, 149 A രാജ നൽകിയ ഭേദഗതി അംഗീകരിക്കുന്നു. ജയരാജ് ഇല്ലല്ലോ. A രാജ, യെസ്. A രാജ ഇനിയുണ്ടല്ലോ. 160, 168 ഔദ്യോഗിക ഭേദഗതിയിലായിട്ട് മൂവ് ചെയ്യുന്നു സാർ. ഔദ്യോഗിക ഭേദഗതികൾ ഒപ്പം ശ്രീ A രാജ മൂവ് ചെയ്ത് 149 സ്വീകരിക്കുന്നു. മറ്റെല്ലാ ഭേദഗതികളും തള്ളിയിരിക്കുന്നു. ഇനി 4ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 4ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 5ാം വകുപ്പ് ഇനി പറയുന്ന വിധത്തിൽ അവതരിപ്പിക്കാവുന്നതാണ്. 175, 178 TI മധുസൂദൻ, യെസ്. ഡോക്ടർ ജയരാജ്, നോട്ട് ഇൻ ദ സീറ്റ്. 186 CH കുഞ്ഞമ്പു, യെസ്. 192 ശ്രീ K ജനീഷ് കുമാർ, നോട്ട് ഇൻ ദ സീറ്റ്. 204, 257, 270, 318, 385 ശ്രീ K വിജയൻ, യെസ്. 224, 231, 264, 313, 392 ചന്ദ്രശേഖരൻ, നോട്ട് ഇൻ ദ സീറ്റ്. 229 ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, നോട്ട് ഇൻ ദ സീറ്റ്. 246 IB സതീഷ്, നോട്ട് ഇൻ ദ സീറ്റ്. 253, 284, 297, 335 ശ്രീ PS സുപാൽ, യെസ്. 294, 321 ശ്രീ ശ്രീനിജിൻ, യെസ്. 306 സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, not in the seat. 314 PT Rahim, not in the seat. 346 Dr. Sujit, yes. 348 K Nunikrishnan, yes. 357 OS Ambika, not in the seat. 397 TP Ramesh, not in the seat. Minister, അംഗീകരിക്കുന്നില്ല. എല്ലാ ഭേദഗതികളും തള്ളിയിരിക്കുന്നു. ഇനി 5ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാവുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 5ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 1ാം വകുപ്പ് പീഡികയും പേരും ഭേദഗതി അവതരിപ്പിച്ചിട്ടില്ല. 1ാം വകുപ്പ് പീഡികയും പേരും ബില്ലിൻ്റെ ഭാഗമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 1ാം വകുപ്പ് പേരും പീഡികയും ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 3ാം വായന. നിയമവും വ്യവസായവും കയർ വകുപ്പ് മന്ത്രി ശ്രീ P രാജീവ്
2025 കേരള വ്യവസായ ഏകജാല ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗരപ്രദേശ വികസന ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2025 കേരള വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗരപ്രദേശ വികസനവും ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കും. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ഇനി 2025 കേരള വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗരപ്രദേശ വികസനവും ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, ഉപക്ഷേപ സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു.